നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വൈറ്റ് സോസ് പാസ്തയാണ്. നല്ല ടേസ്റ്റുള്ള ഒരു പാസ്തയാണ്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാകും. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പലതരത്തിൽ നമുക്ക് പാസ്ത വാങ്ങിക്കാൻ കിട്ടും. അതേപോലെ തന്നെ പല രീതിയിൽ നമുക്ക് പാസ്ത ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ അതിൽ ഏറ്റവും നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാസ്ത റെസിപ്പിയാണ് കേട്ടോ, വൈറ്റ് സോസ് പാസ്ത. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്നൊന്ന് കാണാം. പലതരത്തിൽ നമുക്ക് പാസ്ത വാങ്ങാൻ കിട്ടുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഷേപ്പ് അനുസരിച്ചായിരിക്കും കേട്ടോ വേറെ വേറെ പേരിൽ വാങ്ങിക്കാൻ കിട്ടുക. ഞാനിപ്പോൾ പെനെ പാസ്ത വെച്ചിട്ടുള്ള വൈറ്റ് സോസ് പാസ്തയാണ് ഉണ്ടാക്കുന്നത്. ഇതേപോലെ ട്യൂബ് ഷേപ്പിലുള്ള പാസ്ത. ഇതിന് പകരമായിട്ട് നമുക്ക് മാക്രോണി പാസ്ത, അങ്ങനെ നമുക്ക് ഏത് പാസ്തയാണോ ഇഷ്ടം അത് ഉപയോഗിക്കാം. 1 കപ്പ് പാസ്ത വെച്ചിട്ടുള്ള, അതായത് 100 ഗ്രാം പാസ്തയും കൊണ്ടുള്ള വൈറ്റ് സോസ് പാസ്തയാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്കൊരു 2 പേർക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ കൂടുതൽ അളവിൽ ഉണ്ടാക്കി നോക്കാം. ആദ്യം നമുക്ക് ഈ പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ചധികം തന്നെ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. 1 ലിറ്റർ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. 4 കപ്പ് വെള്ളം. ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പ് ചേർക്കാം. 1.5 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് കുറച്ച് മുന്നിലേക്ക് നിന്നോട്ടെ കേട്ടോ. പാസ്ത നമുക്ക് ഇതിൽ വേവിക്കാനുള്ളതല്ലേ, അപ്പോൾ അതിലേക്കും കൂടി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് 1.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതുപോലെ പാസ്ത ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ഒഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഒലിവ് ഓയിലിന് പകരമായിട്ട് വേറെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിക്കാം, സൺഫ്ലവർ ഓയിൽ അങ്ങനെ എന്തെങ്കിലും. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. 1 കപ്പ് പാസ്തയാണ് ഇടുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിവിടെ ഇരുന്നിട്ടൊന്ന് വേവട്ടെ കേട്ടോ. 10 മിനിറ്റൊക്കെ മതിയാകും. അപ്പോഴേക്കും പാസ്ത വെന്ത് വന്നോളും. പാസ്തേൻ്റെ വേവ് ആ പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. അതൊന്ന് നോക്കിക്കോ. എന്തായാലും ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ വെന്ത് വന്നോളും. പാസ്ത വേവിക്കാനായിട്ട് നമുക്ക് അപ്പുറത്തടുപ്പിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെക്കാം കേട്ടോ. അടച്ചു വെക്കണമെന്നൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെക്കാം. ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അടച്ചു വെച്ചോ, തിളച്ച് പുറത്ത് പോകണ്ട. പാസ്ത ഇവിടെ ഇരുന്നിട്ട് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അപ്പുറത്തടുപ്പിൽ കുറച്ച് പച്ചക്കറി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒലിവ് ഓയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിച്ചാലും മതി. ഇനി ഇതിലേക്ക് 2 വെളുത്തുള്ളി അല്ലി ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ഇതങ്ങ് ഒഴിവാക്കാം കേട്ടോ. പക്ഷേ വെളുത്തുള്ളിയും കൂടെ ചേർക്കുമ്പോഴായിരിക്കും നന്നായിട്ട് വരിക. ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ, കരിഞ്ഞു പോകാതെ. ഫ്ലെയിം മീഡിയത്തിൽ തന്നെയാണ് ഉള്ളത്. ഒന്നങ്ങ് കളർ മാറിയാൽ മതി. ഒരുപാട് ഗോൾഡൻ കളർ ആവാൻ നിൽക്കുകയൊന്നും വേണ്ട. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ചക്കറികളും കൂടെ ചേർത്ത് കൊടുക്കാം. മൊത്തത്തിലൊരു 1/2 കപ്പ് പച്ചക്കറി ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാ പച്ചക്കറിയും നമുക്ക് കുറച്ച് എടുത്താൽ മതി കേട്ടോ. നമ്മളിതിൻ്റെ കൂടെ വെറുതെ ചേർക്കുന്നേ ഉള്ളൂ. അതേപോലെ പച്ചക്കറീൻ്റെ കൂടെ വേണമെങ്കിൽ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. എല്ലില്ലാത്ത ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചിട്ട് ചെറിയ പീസാക്കിയിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് ഇപ്പം തന്നെ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ടും ഒരു 1/4 ടീസ്പൂൺ വീതം ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ പാസ്ത കഴിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇതുപോലെ പച്ചക്കറികളോ അതല്ലെങ്കിൽ ചിക്കനൊക്കെ കഴിക്കാൻ കിട്ടുമ്പോൾ നല്ലതായിരിക്കും. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ക്യാപ്സിക്കം, ക്യാരറ്റും പിന്നെ ബീൻസും ഗ്രീൻ പീസും ആണ് കേട്ടോ. എല്ലാം കുറച്ച് എടുത്തിട്ടുള്ളൂ. ക്യാപ്സിക്കം ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ നമുക്ക് യെല്ലോ കളറോ റെഡ് കളറൊക്കെ ക്യാപ്സിക്കം ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ കളർഫുള്ളും ആയിരിക്കും. എല്ലാം കൂടി ഒരു 1/2 കപ്പ് പച്ചക്കറികളേ ഉള്ളൂ കേട്ടോ. ഇത് നമുക്ക് ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് വരികയും ചെയ്യും. എന്നാൽ അതങ്ങ് വെന്ത് കുഴഞ്ഞു പോകുമല്ല. നമുക്ക് അങ്ങനെയാണ് വേണ്ടത്. ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടണം. വെന്ത് ഉടഞ്ഞു കുഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2-3 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോഴേക്കും പച്ചക്കറികളൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് വന്നോളും. ഇപ്പോൾ ഇതാ പച്ചക്കറിയൊക്കെ വെന്തിട്ടുണ്ട്, എന്നാൽ ഉടഞ്ഞു പോയിട്ടില്ല. ഈ ഒരു പരുവത്തിനാണ് നമുക്ക് വേണ്ടത്. എന്ന് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മൾ വേവാൻ വെച്ചിരിക്കുന്ന പാസ്ത ഇപ്പോൾ വെന്തിട്ടുണ്ടോയെന്നൊന്ന് നോക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, സ്പൂൺ വെച്ചിട്ട് നമ്മളൊന്ന് മുറിക്കുമ്പോൾ പെട്ടെന്ന് മുറിക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഒരുപാട് വെന്ത് കുഴഞ്ഞ് ഇതങ്ങ് മുറിഞ്ഞു പോയിട്ടൊന്നുമില്ല. അത്രയും വേവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. നമുക്കിത് വെള്ളത്തിൽ നിന്നങ്ങ് കോരി മാറ്റാം. അതല്ലെങ്കിൽ ഈ വെള്ളം അങ്ങ് ഊറ്റിക്കളഞ്ഞാലും മതി. അപ്പോൾ നമ്മൾ പാസ്തയും വേവിച്ച് വെച്ചു. പിന്നെ ഇതിലേക്കുള്ള പച്ചക്കറികളൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വൈറ്റ് സോസാണ് ഉണ്ടാക്കേണ്ടത്. അതും കൂടി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള വൈറ്റ് സോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉരുകാത്ത ബട്ടറാണ്. ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. ഉരുക്കിയിട്ട് ഒരുപാട് കളർ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നങ്ങ് ഉരുകി വന്നാൽ മതി. ഇത് കണ്ടില്ല, ഇതുപോലെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് ഇളക്കിയെടുക്കാം കേട്ടോ. ബട്ടറിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ മൈദേൻ്റെ പച്ച ചുവയൊന്ന് മാറി കിട്ടണം കേട്ടോ. അല്ലെങ്കിൽ ഈ സോസിനൊരു മൈദേൻ്റെ ചുവ ഉണ്ടാകും. അപ്പോൾ നമുക്ക്
അതില്ലാതിരിക്കാൻ കുറച്ച് നേരം ബട്ടറിലിട്ടിട്ടൊന്ന് വഴറ്റി വേവിച്ചെടുക്കാം. ബട്ടർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ മൈദ കട്ട പിടിച്ച് പോകരുത്. കട്ട പിടിക്കുന്ന പോലെ തോന്നും, അത് കുഴപ്പമില്ല. നന്നായിട്ട് ഇളക്കി അതങ്ങ് കയ്യിൽ വെച്ചിട്ട് തന്നെ അങ്ങ് ഉടച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ബട്ടറും മൈദ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. കട്ടകളൊന്നും തന്നെ ഇല്ല, അതൊക്കെ നമ്മൾ ഉടച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. പശുവും പാലാണ് ഒഴിക്കുന്നത്. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് ബാക്കിയുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. കാരണം ആദ്യം തന്നെ നമ്മൾ മുഴുവൻ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മൈദ കട്ട പിടിച്ചിട്ട് അവിടെ എവിടെയും കിടക്കും, നമുക്കത് ഉടച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരിക. അപ്പോൾ ആദ്യം കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ കയ്യിൽ വെച്ചിട്ട് നമുക്കിതങ്ങ് ഉടച്ചു കൊടുക്കാം. മൈദ കട്ട പിടിക്കുന്ന പോലെ തന്നെ തോന്നും കേട്ടോ, പക്ഷെ അത് കുഴപ്പമില്ല. നന്നായിട്ട് ഇളക്കി സ്പാച്ചുല വെച്ചിട്ട് തന്നെ അങ്ങ് ഉടച്ചു കൊടുത്താൽ മതി. തീ നമ്മൾ ഏറ്റവും കുറച്ചാണ് വെച്ചിട്ടുള്ളത്, എന്നിട്ടാണ് പാൽ ഒഴിച്ചത്. ഇപ്പോൾ ഇതാ കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. പാലും മൈദയും ബട്ടറൊക്കെ ചേർന്ന് നല്ലൊരു പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ കട്ട പിടിക്കുകയൊന്നുമില്ല. ബാക്കിയുള്ള 1 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു 1.5 കപ്പ് പാലാണ് നമ്മൾ ഒഴിച്ചത് കേട്ടോ. ഇനി ഫ്ലെയിമിൽ ഓയിൽ തന്നെ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കൈയെടുക്കാതെ ഇളക്കി നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. മൈദയൊക്കെ ചേർത്തിട്ടുള്ളതല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ. ഒരുപാട് സമയമൊന്നും എടുക്കൂല. ഇപ്പോൾ ഇതാ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നോക്കുമ്പോൾ സ്പൂണിലേക്കോ അതല്ലെങ്കിൽ നമ്മൾ ഇളക്കുന്ന സ്പാച്ചുലയിലേക്ക് നന്നായിട്ടൊന്ന് ഒരു കോട്ടിങ് പോലെ ഉണ്ടാകും. അത്രയും വരെ നമുക്കങ്ങ് ഇളക്കി വറ്റിച്ചെടുക്കാം. ഇത് ഒന്നങ്ങ് കുറുകി വന്നാൽ മതി കേട്ടോ. ഒരുപാട് കുറുക്കി വറ്റിച്ചെടുക്കണ്ട. കാരണം ഇതിലേക്ക് നമ്മൾ പാസ്തയും കൂടെ ഇടുമ്പം ഇതൊന്നും കൂടി ഒന്ന് കുറുകിയായിരിക്കും ഇരിക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിൽ കുറുക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്കുള്ള എരിവും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉണക്കമുളക് ചതച്ചതാണ്. ഇത്രയും മതിയാകും. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ആദ്യം നമ്മൾ പച്ചക്കറിയിലൊരു 1/4 ടീസ്പൂൺ കുരുമുളക് ചേർത്തിട്ടുണ്ടായിരുന്നേ. അത് കൂടാതെ ഇപ്പോഴും ഒരു 1/4 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എരിവ് അധികമാവുമൊന്നുമില്ല കേട്ടോ, പാകത്തിനേ ഉണ്ടാകുള്ളൂ. കുട്ടികൾക്കായാലും കഴിക്കാൻ പറ്റുന്ന എരിവേ ഉള്ളൂ കേട്ടോ. അതേപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പാട്ടോ ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് നമ്മൾ കുറച്ച് ചീസും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ ആ ചീസിനും ചിലപ്പോൾ ഉപ്പുണ്ടാകും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ കുറേ ഉപ്പിടണ്ട, കുറച്ചിട്ടാൽ മതി കേട്ടോ. ഒരു നുള്ള ഉപ്പിട്ടാൽ മതി. ഈ ഒരു സോസിലേക്കുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. കുറച്ച് ജാതിക്ക പൊടിച്ചതും കൂടെ ചേർക്കാം കേട്ടോ. ഒരു നുള്ളു മതി, ചെറിയൊരു മണത്തിനും ആ ഒരു രുചിക്കൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കിതിലേക്ക് ആ നല്ലൊരു വൈറ്റ് സോസ് പാസ്തേൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഒറിഗാനോ കൂടെ ചേർക്കാം. ഒരു 1/2 ടീസ്പൂണൊക്കെ മതി കേട്ടോ, അത്രയും മതി. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ലോയിൽ തന്നെയാണ് ഉള്ളത്. വേണമെങ്കിൽ ഒന്ന് ഇതൊക്കെ ഒന്ന് ഇട്ട് മിക്സ് ചെയ്യുന്ന നേരത്തിനൊന്ന് ഓഫാക്കിയും വെക്കാം കേട്ടോ. നമ്മൾ സോസ് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇതൊക്കെ എടുത്ത് വെക്കണം. നമ്മൾ സോസ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഇതൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ സോസ് പെട്ടെന്ന് തന്നെ കുറുകി പോകും കേട്ടോ, കട്ട പിടിച്ചും പോകും. അതുകൊണ്ട് ആദ്യം ഇതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം സോസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുക. പിന്നെ ഈ ഒറിഗാനോ ഇല്ലാന്ന് വെച്ചിട്ട് വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാതിരിക്കേണ്ട. ഇത് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ അധികം ടേസ്റ്റ് ഉണ്ടാവുന്നേ ഉള്ളൂ. ഇനി ഇല്ലെങ്കിൽ ഇപ്പോൾ ഒഴിവാക്കാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്താൽ മതി. ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺ ചെയ്യുക, എന്നിട്ട് ലോയിൽ തന്നെ വെക്കുക. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പച്ചക്കറികളുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വേവിച്ച് നമ്മൾ വെള്ളം ഊറ്റി വെച്ചിരിക്കുന്ന പാസ്തയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് വേറെ വേറെ ആക്കി ഇട്ട് കൊടുക്കണേ. ഒട്ടിപ്പിടിക്കൊന്നുമില്ല, ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് നമ്മൾ വേവിച്ച് ഊറ്റി വെക്കുന്ന സമയത്ത് പച്ചവെള്ളം ഒഴിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒട്ടിപ്പിടിക്കൊന്നുമില്ല, വെറുതെ അങ്ങ് ചൂടുവെള്ളത്തിൽ നിന്ന് കോരി മാറ്റി വെച്ചാൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് അവസാനമായിട്ട് ഇതാ കുറച്ച് ചീസും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് മതി. അതും കൂടെ ചേർത്തിട്ട് പെട്ടെന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇത് കണ്ടില്ലേ, കറക്റ്റ് പരുവാണ് കേട്ടോ. നമ്മൾ പാസ്തയും കൂടെ ഇട്ട് കഴിഞ്ഞപ്പം പാസ്തേൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവാനുള്ള സോസ് ഉണ്ട്. അപ്പം അത്രയും കുറുക്കിയെടുത്താൽ മതി കേട്ടോ. സോസ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പാസ്തേൻ്റെ എല്ലാ ഭാഗത്തേക്കും സോസ് എത്തൂല. പിന്നെ ഇത് കുറച്ച് നേരം കഴിയുന്തോറും വീണ്ടും വീണ്ടും കുറുകി വരുവുള്ളൂ. അപ്പോൾ ഈ ഒരു പരുവത്തിന് സോസ് കുറുക്കിയെടുക്കുക. എന്നിട്ട് പാസ്തയിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതേപോലെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് നന്നായിട്ട് വരും കേട്ടോ. ഉള്ളവർക്ക് ചേർക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് മുതൽ ഒരു 1/2 കപ്പ് വരെയൊക്കെ ചേർക്കാം കേട്ടോ, അത്രയും മതി. പാസ്തയും കൂടെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പോ എരിവോ എന്തെങ്കിലും വേണമെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എല്ലാം പാകത്തിനുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാനൊന്നും ചേർക്കുന്നില്ല. ഉപ്പോ എരിവോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. കാരണം നമ്മൾ ചീസും കൂടെ ഇട്ട് കഴിയുമ്പോൾ ഉപ്പിൽ വ്യത്യാസം ഉണ്ടാകും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക. അതുപോലെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയോ അതല്ലെങ്കിൽ ചില്ലി ഫ്ലെക്സോ ചേർത്ത് കൊടുക്കാം. എന്താ വേണ്ടതെന്ന് വെച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് തണുക്കാനായിട്ട് കാത്തിരിക്കരുത് കേട്ടോ. നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കണം. അപ്പോഴാണ് ആ നല്ലൊരു ടേസ്റ്റ് കിട്ടുക.
തണുക്കുന്തോറും ഇത് കുറുകി കട്ട പിടിച്ച് പോകുകയുള്ളൂ. അപ്പോൾ ഈ സോസ് ഒന്ന് ഇതുപോലെ ലൂസായിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് നമുക്ക് ചൂടോടുകൂടി തന്നെ കഴിക്കാം. തണുത്ത് പോയി എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ടേസ്റ്റ് ഉണ്ടാകും. എന്നാലും ചൂടുള്ളപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇത് നമുക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചിട്ടുള്ള ചിക്കനൊക്കെ ചേർത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കഴിക്കാനും ഇഷ്ടമുണ്ടാകും. അതുപോലെ സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് അവർക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണേ. ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ ഉണ്ടാക്കാൻ. കുറച്ച് പാസ്ത ഒന്ന് വേവിക്കുക, കുറച്ച് പച്ചക്കറി ഒന്ന് വഴറ്റിയെടുക്കുക, ഇതുപോലെ പാലൊഴിച്ചിട്ടൊരു സോസും ഉണ്ടാക്കുക, എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്യുക. പെട്ടെന്ന് പണി കഴിയുകയും ചെയ്യുക, അവർക്ക് ഇഷ്ടമാകുകയും ചെയ്യുക, നല്ല ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് താഴെ എഴുതണേ. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും അതിലെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയതായിട്ട് ഇടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.